തരാം. ഞാൻ അന്ന് ഇവിടെ നിന്നിട്ടില്ല എന്നുള്ള സത്യം തന്നെയാണ്. ചെറുതായിട്ട് മുറിച്ചിടുന്നുണ്ട് കേട്ടോ. വലിയ കഷ്ണങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമായിട്ട് ഇരിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയുക, ബറാത്തരാവാണ്. അപ്പോൾ ഇവിടെ എന്തോ മധുരമൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാനൊന്നല്ല കുക്ക് ചെയ്യുന്നത്, ഇമ്മാണ് കുക്ക് ചെയ്യുന്നത്. പൊതുവെ എൻ്റെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കലുണ്ടല്ലോ. അപ്പോൾ ഇന്ന് കുറച്ച് കാലത്തിന് ശേഷം ഞാൻ ഇമ്മൻ്റെ വീഡിയോ ആണെന്ന് ഇടുന്നത്. ഇമ്മാണ് മധുരം വെക്കുന്നത്. നമ്മൾ പാലായിക്ക എന്നൊക്കെ പറയില്ല, ആ സാധനമായിട്ട് ഉണ്ടാക്കുന്നത്. പല സ്ഥലത്തും പല പേരായിരിക്കും. ഞങ്ങളിവിടെ പാലായിക്ക എന്നാണ് പറയൽ. അപ്പോൾ ബാക്കി എങ്ങനെയാണ് വെക്കുന്നതും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇമ്മനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് പാലായിക്ക ഉണ്ടാക്കുന്നത് കാണാം. അപ്പം ഗായ്സ്, ഇമ്മ എവിടെ പോയി? ഇമ്മ ഇവിടെ ഇല്ലേ? ഗംഗറി ഇവിടെ കുത്തിയിരിക്കുക. ഞാൻ വെച്ച് ഇങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയേക്കൊന്ന് ഉണ്ടാക്കുന്നില്ലേ? എന്റെ വയ്യ, ഞാൻ ഉണ്ടാക്കണോ? എന്റെ കുക്കിംഗ് വീഡിയോ ഇവര് കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ച് നിങ്ങൾ കുക്കിംഗ് വീഡിയോ ചെയ്യും. ഞാൻ ഇവിടെ വരുമ്പോഴാണ് ഉമ്മാണ് കുക്ക് ചെയ്യല്. അപ്പൊ ഉമ്മന്റെ കുക്കിംഗ് വീഡിയോ കുറെ ആയി ഇപ്പൊ ഇട്ടിട്ട് അല്ലേ. നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയ എന്തെങ്കിലും ക്യാരറ്റ് ഓയിലല്ലേ. അതപ്പോൾ നമുക്ക് ഇന്ന് പാലായിക്കാന്നറിയാം. പാലായിക്ക എന്തിനെ കൊണ്ടിരുമ്പോ സാവുനരിയില്ലേ, നമ്മളിവിടെ സാവുനരി എന്നാണ് പറയാ. ആ അരി കാണിച്ചു തരണം കേട്ടോ. ഞാൻ ഇവിടെ ശരിക്കും പാലായിക്ക കുറുങ്ങനല്ലേ വെക്കുക. പക്ഷെ ഞാൻ വെള്ളം കൂട്ടിയിട്ട് പാലൊക്കെ കൂട്ടിയിട്ട് പായസം പോലെ വെക്കാനാട്ടോ പറഞ്ഞത്. അപ്പൊ എന്തൊക്കെ ഇനി ഉണ്ടാക്കല്ലേ? നവരി എന്താ നോക്കുന്നത്? അപ്പൊ അതാ ഗൈസ്, അന്നൂസിനോട് പയം നോക്കാൻ പറഞ്ഞിട്ട് അന്നൂസ് ഒരു ബക്കറ്റ് ഒക്കെ കൂടെ എടുത്തോണ്ട് വരുന്ന. അപ്പൊ പയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പാലാക്ക ഉണ്ടാക്കുന്നത്. പയം ഇല്ലാണ്ട് പായലാക്ക ഉണ്ടാക്കാൻ പറ്റുമോ? പയം വേണോ? ഓക്കെ. അപ്പൊ നമ്മൾ 2 നേന്ത്രപ്പഴമാണ് കേട്ടോ ഇവിടെ എടുത്തിക്കുന്നത്. അപ്പൊ അമ്മ നേന്ത്രപ്പഴൊക്കെ കഴിക്കുന്നത്. എന്തിനമ്മ തൊലിയൊക്കെ കഴിക്കുന്നത്? ഉള്ളിലുള്ള പഴം ഉള്ളത് ആ ഉള്ളില് പഴല്ലേ, അതിന്റെ തൊലിയൊക്കെ കഴിക്കിട്ട് ഇപ്പൊ എന്തിനാ? അതാ ഇവിടെ എന്തൊക്കെ. അന്നൂസേ എന്താണ് ഓള് പാലായൊക്കെ ഉണ്ടാക്കണെന്ന് പറഞ്ഞപ്പോ ഉമ്മനെ ചുറ്റി പറ്റി നടക്കാണ്. മേളിലെന്താ ടോയ്ലറ്റിൽ? ഇവിടെ നിന്ന് ടോയ്ലറ്റിലേക്ക് മുകളില് ടോയ്ലറ്റ് പോയത് എനിക്ക്. ഏത് രണ്ടാള്? ഐസുന്റെ സൗണ്ട് ഒക്കെ എവിടെ പോയിക്കുന്നു കേട്ടോ. ഐസു ഒന്ന് സംസാരിക്ക്. ഇന്നലെ ഐസ്ക്രീം എന്നിട്ടാണ് ഈ സംഭവം നടന്നത്. ഐസു എവിടോ ആണ്, കളിക്കുന്ന തിരക്കില്ല. എന്തേ അവിടെ എന്തോ തിരക്കുക. ഇപ്പൊ അമ്മ ഇവിടെ പയം ചെറുതായിട്ട് മുറിച്ചിടുന്നുണ്ട് കേട്ടോ. വലിയ കഷ്ണങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളല്ല വേണ്ടിയത്. ഉമ്മ ചെറുതല്ലേ മുറിക്കണത്? അതെ. ഞാൻ അധികം പറഞ്ഞ ചിലപ്പോ എന്നെ അമ്മ അടുത്ത് പുറത്തെറിയാം. അതിനെ കൊണ്ട് ഉമ്മ പയൊക്കെ മുറിച്ചിട്ടിട്ട് ബാക്കി എന്താന്നുള്ള കാണിച്ചു തരാം. എന്താണത്? ഈ ചെമ്പിലല്ല ഉണ്ടാക്കണേ. ചെമ്പിലുണ്ടാക്കിയാ പോരാ, ഇനി വലിയ ചെമ്പ് വേണോ? ഇതിന്റെ ചെറുതുണ്ടാ മതി. ഇത്രയൊക്കെ എന്തിനാ? നമ്മള് കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പം അത്രയും വലിയ ചെമ്പൊക്കെ എടുത്തോണ്ട് വരുന്ന പഠിച്ചോനെ. ഇതിന്റെ വലിയ ചെമ്പ്, ഇതിന്റെ ചെറിയ ചെമ്പില് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. ഇമ്മ അത് എന്തിനാ അമ്മ ഈ 2 ഗ്യാസ് നിങ്ങളെ മൂടി വെച്ചിക്കണത്? ഒറ്റ ഒന്നില്ല ഉപയോഗിക്കല്. ഇത് പിന്നെ കാണാൻ കൊണ്ടുവച്ചതാ കണ്ടോ. ഉപയോഗിക്കാണ്ട് ഇതൊക്കെ മൂടി വെച്ചിക്കുക, എന്നിട്ട് ഒറ്റ ഒന്നിനെ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓ അതില് മതി. മതിയായിരിക്കും. വലുതെടുത്തോളൂ, എന്നാലും കുറച്ചും കൂടി ഉണ്ടായിക്കോട്ടെ. പാലായിക്ക ഉണ്ടായിക്കല്ലേ. അപ്പം അതാ ഈ ചെമ്പ് നമ്മള് ഫിക്സ് ചെയ്തു ഗൈസ്. ഞാൻ നല്ലോണം ഉണ്ടാക്കി നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ച് പൊതർത്തി വെച്ചതാ. പൊതർത്തി വെച്ചാൽ നല്ലോണം വെന്തിട്ടു. പാലായി നമ്മൾ ആ സാവുനരി വെള്ളത്തിലിട്ട് പൊതർത്തി വെച്ചതാട്ടോ. അതപ്പോ പെട്ടെന്ന് ഇതാണ് സാവുനരി എന്ന് പറഞ്ഞ സാധനം. എന്തുമ്മാ? സാവുനരി. ഇതാണ് സാവുനരി. നമ്മൾ സാവുനരി എന്നാണ് പറയല്. നിങ്ങളെ നാട്ടിൽ ഇതിന് എന്ത് അരി എന്നാണ് പറയല് എനിക്കറിയില്ല. അത് വെള്ളത്തിൽ പൊതർത്തി ഇട്ടാല് നല്ലോണം പെട്ടെന്ന് ആവും ചെയ്യൂലേ. എന്നിട്ടും അത് ഫുള്ളായിട്ട് രാവിലെ ഇട്ട പൊതർത്തി ഇട്ട് വെച്ചിക്കണ്. രാവിലെ കുറച്ചു നേരമായിട്ടുള്ളൂ. അപ്പൊ ഇത്രയും ഒക്കെ പൊന്തി വരൂ സൗനരി? ഞാൻ നിങ്ങൾ രാവിലെ പുതിർത്തിട്ടതാണ്. എന്തേ കേക്ക് വൃത്തിയാക്കിയിട്ടാണ് പുതിർത്തിടുക? പിന്നെ ആ വെള്ളം ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പുതിർത്തിട്ട് ഞാൻ വെച്ചിട്ടാണ് പാലില്ല.
ആക്കലിട്ടോ. അമ്മ എല്ലാം പാലൊക്കെ ഇപ്പളേ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് ഉമ്മ എങ്ങനെയാണ് ഉണ്ടാക്കല്? ഇത് അത് തിളച്ചിടാണോ അല്ലെങ്കിൽ പാൽ ഒഴിക്കല് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചിലവര് ഓരോ തിളച്ചിട്ടിടും, അല്ലെങ്കിൽ തിളക്കാണ്ട് പാല്. അന്നപ്പോ ഉമ്മ അത് ആദ്യം പാലൊക്കെ ഇതിലേക്ക് ഒഴിക്കണ്ട്. ഓരോ സ്ഥലത്ത് ഓരോരുത്തർ ഓരോ പോലെ അല്ല ഉണ്ടാക്കല്. എന്തെറ്റി? എന്തിനാ കരീന്നേ? ഐസിന്റെ സൗണ്ട് പോയിട്ട് നോക്കി. എന്തെറ്റി? ഞന്നു തന്നീല ഒന്നും കളിക്കാന്. ഞന്നു ഐസു എപ്പം നോക്കിയാലും കച്ചറാണ്. അപ്പൊ അത് അമ്മ പാലായിക്ക് ഉണ്ടാക്കാൻ വേണ്ടി സൗണ്ടരിയും പാലും അടുപ്പത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. മുന്തിരിയൊക്കെ ഇട്ടിട്ട് തൂമിച്ചിടൂ അല്ലെ? വലിയൊരു പാക്കറ്റ് പാല് വെച്ചാൽ മതി. അതൊന്ന് തെളിച്ചിട്ട് അടുത്ത പാല് ഒഴിക്കൂ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മ പാല് ഇത് വേവിച്ചിട്ട് വേണോ? ഇനി മിൽക്ക് മേഡ് ഒഴിക്കണ്ടോ? മിൽക്ക് മേഡ് ഒഴിക്കുന്നോ? അപ്പൊ മിൽക്ക് മേഡാണ് മധുരത്തിന് പകരമായിട്ട് ഇതാക്കണ കേട്ടോ. അപ്പൊ അമ്മ പറഞ്ഞ ഇതിങ്ങനെ ഇളക്കിയും കൊണ്ട് നിക്കണം, അല്ലെങ്കിൽ അടിയെ പിടിക്കുന്നു. അപ്പൊ തൂമിക്കേണ്ടത് എന്തൊക്കെ? തൂമിക്കാന്ന് പറഞ്ഞാല് മറ്റേ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് വറവിടുക, അതാണ് ഉദ്ദേശിച്ചത്. തൂമിക്കാൻ നമ്മള് എനിക്ക് ഉള്ളിന്റെ ചായ ഒന്നും ഇഷ്ടമില്ല. ഉള്ളിയൊന്നും ഇടണ്ട. അവിടെ ഐസും ഇടും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കല്. എനിക്ക് ഉള്ളിയൊന്നും ഇഷ്ടമില്ല. ഓ, നമ്മളത് നാം ചോദിച്ചിട്ടില്ല. എനിക്ക് ഉള്ളി വേണ്ട. ഇല്ല, ഉള്ളി ഇടുന്നില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പിന്നെ ഇതിൽ ലാസ്റ്റ് വറവിടും കേട്ടോ. അതൊരു പായസം പോലെയാണ് നമ്മൾ വെക്കുന്നത്. ചില ആൾക്കാർ കട്ടിയിൽ, നമ്മൾ കട്ടിയിലല്ലേ ആദ്യം വെക്കല്, പക്ഷെ കട്ടിയിൽ ഉണ്ടാക്കരുത് കേട്ടോ. എനിക്ക് കട്ടിയിൽ എനിക്ക് ഇഷ്ടമില്ല, കുടിക്കാനൊരു സുഖം ഉണ്ടാവൂല. അപ്പൊ നമുക്ക് കുറച്ച് പായസം പോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ അമ്മ ഇതിലേക്ക് ഉപ്പൊക്കെ എടുത്തിട്ടിക്കുന്നു കേട്ടോ. അന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാ അല്ലേ ഉപ്പിടുന്നത്? അതെ. അപ്പൊ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. അതിന് മധുരം ഒഴിച്ചില്ല, മിൽക്ക് മേഡ് ഒഴിച്ചില്ല. അതിന്റെ മുന്നേ ആയിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു കേട്ടോ. അമ്മക്ക് മറവി ഉണ്ട് അതിനെക്കൊണ്ട്. എനിക്ക് അതിനെക്കാട്ടി വലിയ മറവിയാണ്. എല്ലാ ആക്രികളും മാമിയില പെറുക്കിട്ട് വെച്ചിരിക്കുന്നു. അതാ ആക്രി പെറുക്കിട്ടേനാണ് ഇവിടെ കാണുന്നത് ദേഷ്യം. എന്തേനും ഒന്നാടെ വെച്ചേക്ക് രണ്ടും ഒക്കൂല. നന്നും ഒക്കൂല, ഐസും ഒക്കൂല. അതാ ഇപ്പൊ ആക്രി സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. കൊറേ വീട്ടിൽ നിന്ന് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഇവിടെ എത്തിയാല് അതിനെക്കാട്ടി കച്ചറാവും വിചാരിച്ചിട്ട് എറിഞ്ഞ് പൊട്ടിക്കല്ല എന്റെ ഐസോ. അങ്ങനെ തന്നെ എറിഞ്ഞു പൊട്ടിക്കും കേട്ടോ. എല്ലാ സാധനങ്ങളും എറിഞ്ഞു പൊട്ടിക്കും. അതിനിപ്പോ ഒരു കച്ചറ ഉണ്ടാവട്ടെ ഇവിടെ. ഐസോ അങ്ങനെ കരിയ അതാ അഭിനയിക്ക് കിടന്നാള് വീണ് കിടക്ക് കഴിഞ്ഞ് കിടന്നാള് നമ്മളെ മിയാവടെ അമ്മ ഇനി ഇത് തിളച്ച് വന്നിക്കണ്. അപ്പൊ ഇനി ഇതിലേക്ക് പഴ ഇടാൻ പോവാണ് കേട്ടോ. പഴ ഇട്ടിട്ട് ഓവർ വേവിക്കൊന്നും വേണ്ട. അത് വെന്തോ? സാധനം വെന്തിക്കണെന്ന് അമ്മ പറഞ്ഞു. അപ്പൊ ഇനി ഇതിലേക്ക് പഴ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വേവിക്കുക. പറ്റിയ പാല് ഒഴിച്ചോ? പാല് കുറച്ചും കൂടി ഒഴിക്കാണ്ട് കേട്ടോ. അപ്പൊ അമ്മ പഴയൊക്കെ ഇതിലേക്ക് എടുത്തിട്ട് മിൽക്ക് മേഡ് അന്നൂസ് കണ്ടിട്ട് അന്നൂസിന് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തിയിരിക്കുക. ഞാൻ പറഞ്ഞു തൊട്ട് പോവരുത് എന്ന് പറഞ്ഞ്. അപ്പൊ എന്ത് മിൽക്ക് മേഡ് വേണമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ തരൂരാലോ എനിക്ക്. എന്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ നിന്നു. ഐസ് നോക്കിയാണോ മിൽക്ക് മേഡ്? ഐസ് അവിടെ എന്തോ ഒരു പരിപാടിയിൽ എന്താക്കാണത്? പൊടി എടുക്ക. മിണ്ടട്ടോ, അതിന് ദേഷ്യം പിടിക്കൂ. അമ്മ പറഞ്ഞ മിൽക്ക് മേഡ് ഇതിലേക്ക് ഒഴിക്കുന്നത്. നമ്മൾ പഞ്ചസാര ഒന്നും ഒഴിക്കുന്നില്ല, ഒക്കെ മിൽക്ക് മേഡാണ് ഫുള്ള് ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. മിൽക്ക് മേഡ് മൊത്തം ഒഴിച്ചമ്മ കുറച്ച് ബാക്കി വയ്ക്കുമ്പോ നല്ല രസം തിന്നാൻ. എന്തോ ഉണ്ടോ ബാക്കിയുണ്ടോ? കയ്യിലേക്ക് എടുത്ത് ഒഴിച്ചിട്ടില്ലേ നീരത്താളുള്ളത്. ഞാൻ അന്വേഷണം സസ്യായി ഗൈസ്. അപ്പം ഗൈസ് ആരോ ഒന്ന് അപ്പം ഗൈസ് കുറച്ച് ആൾക്കാർ കമൻറ്റ് പറഞ്ഞു ഞാൻ എന്തോ കളവ് പറഞ്ഞിരിക്കണ്, ഇവിടെ വന്നത് കളവാണ്, അപ്പം ആദ്യം ഇവിടെ വന്നിട്ടില്ല, അന്ന് ഉമ്മ വന്നപ്പം ഞാൻ പെട്ടിയൊക്കെ ആയിട്ട് പോയി എന്ന് പറഞ്ഞില്ല, അത് കളവാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്ഷൻ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പം അത് ക്ലിയർ ചെയ്ത് തരാം. അന്ന് ഞാൻ പോയിക്കണം, അന്ന് തന്നെ തിരിച്ചും വന്നിക്കണം. പെട്ടിയൊന്നും ഇൻ്റെതല്ല, അത് ഉമ്മൻ്റെതായിരുന്നു. ഇപ്പം നമ്മൾ അങ്ങനെ ക്യാപ്ഷൻ കൊടുത്തതേ ഉള്ളൂ. അന്ന് ഞാൻ പോയി ഉമ്മനെ കൊണ്ടാക്കി ഞാൻ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തിരിച്ചു വന്നത്, അതാണ് സത്യം. പക്ഷേ ഞാൻ നിൽക്കാനായിട്ട് ഒരു കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങോട്ട്, അതായത് 9-10 മാസത്തിന് ശേഷമാണ് നിൽക്കാനായിട്ട്, അതായത് കുറച്ച് ലോങ് ആയിട്ട് നിൽക്കാനായിട്ട് ഒരു കൊല്ലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതൊന്ന് ക്ലിയർ ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. അതിൻ്റെ ഞാൻ തമ്പുലൈൻ ഇട്ടുള്ളതിന് മിസ്റ്റേക്കാണ്. അതായത് മിസ്റ്റേക്കല്ല, ഞങ്ങൾ അങ്ങനെ തമ്പുലൈൻ കൊടുത്തതിനെ കൊണ്ട് ഉള്ളൊരു നിങ്ങൾക്കുള്ളൊരു എന്താ പറയുക
അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു തെറ്റിദ്ധരിപ്പിച്ചു പോയി. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ നിങ്ങളെ എന്താ പറയുക നെഗറ്റീവായിട്ട് പറഞ്ഞാൽ നിങ്ങളൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഞാൻ അന്ന് ഇവിടെ നിന്നിട്ടില്ല എന്നുള്ള സത്യം തന്നെയാണ്. അതിൻ്റെ ബാഗും കാര്യമൊന്നുമില്ല, അത് വെറുതെ ആശിക്കാത്ത ഒരു തമാശ രൂപത്തിൽ അന്ന് അങ്ങനെ വീഡിയോ എടുത്തതേനും. അപ്പോൾ അതിന് നിങ്ങളോട് സോറി പറയാണ്. ഞാൻ ലോങ് ആയിട്ട് നിൽക്കാൻ വന്നത് ഒരു കൊല്ലാവുന്നു. അപ്പോൾ അതിനെ കൊണ്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ വെച്ചത്. അപ്പോൾ എൻ്റെ അടുത്തുള്ള തെറ്റാണ്. അപ്പോൾ ഓക്കെ, അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് വിചാരിച്ചത് അങ്ങനെ ക്ലിയർ ചെയ്തതാട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഞാൻ പറഞ്ഞത്, അതായത് ഒരു 10 മാസത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ലോങ് ആയിട്ട് നിൽക്കാൻ വരുന്നത്. കുറേ ദിവസം നിൽക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കൊല്ലമാവുന്നു അങ്ങനെ വീട്ടിലേക്ക് നിൽക്കാൻ. അന്നൊക്കെ വന്നിട്ട് ഒരു ദിവസം നിന്ന് പോവുക അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിറ്റേന്ന് പോവുക, അല്ല അന്ന് തന്നെ പോവുക, അതൊക്കെ അന്ന് ചെയ്ത്. അപ്പോൾ അന്ന് അതന്നെ നടന്നത്. ഉമ്മനെ കൊണ്ടാക്കിയിട്ട് അന്ന് രാത്രി ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോയിക്കുന്നു. പക്ഷേ അന്ന് ഞാൻ അങ്ങനെ നമ്മൾ വെറുതെ തമാശ രൂപത്തിൽ അങ്ങനെ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, സോറി. അപ്പോൾ നമുക്ക് ഇനി ഉമ്മൻ്റെ കുക്കിംഗ് എന്തായെന്ന് പോയി നോക്കട്ടോ. നമ്മളെ പാലായിക്ക മൂട് തലെടുത്ത് മാറ്റണോ? അപ്പൊ നമ്മളെ പാലായിക്ക ഒക്കെ റെഡി ആക്കി ഇതിലേക്ക് തൂമിച്ചിടാൻ പോവാണ്. നമ്മളെ എന്താ പറയാ, അണ്ടിപ്പരിപ്പ് മുന്തിരി. എനിക്ക് തരും, അന്യൂസിന് മാത്രം കൊടുക്കുന്നു. ഓക്കെ, എനിക്ക് ആ കൈ എടുക്കേ. അതമ്മ ചീനച്ചട്ടിയിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിരിക്കുന്നത്. മുന്തിരി ഇടുന്നില്ല അമ്മ. മുന്തിരി അണ്ടിപ്പരിപ്പ് ഒന്ന് കുറച്ച് തായതിന്റെ ശേഷം ഇടുക. കാരണം ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ മുന്തിരി കരിഞ്ഞു പോകും. അണ്ടിപ്പരിപ്പ് അതുകൊണ്ട് മുന്തിരി തവളുണ്ട്. 2 മുന്തിരിന്റെ കൈമലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ കരിഞ്ഞു പോകും. കുറച്ചും കൂടി ഇട്ടൂടെ എനിക്ക് കടിച്ചു തിന്നാൻ. ഇടൂല. ഇപ്പം അണ്ടിപ്പരിപ്പൊക്കെ ഇതിലേക്ക് ഇട്ടിരിക്കുന്നു. മുന്തിരി രണ്ടാമത് ഉമ്മ വേറെ ഇതാക്കും. അപ്പൊ ഇനി ഇത് തിന്നാലേ? കഴിക്കാനായോ? അതിന്റെ മുന്നേ കഴിക്കാണ്ടില്ലേ? അപ്പൊ നോമ്പ് തോന്നിട്ട് മരിപ്പിന് ശേഷം നമ്മള് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കൂട്ടോ. വല്ല ടേസ്റ്റ് ഇപ്പൊ വെറുതെ വീഡിയോക്ക് വേണ്ടിയിട്ട് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും കുറച്ച്. പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് നമ്മളെ ബറാത്തുരാവിന്റെ മധുരം റെഡി ആയിക്കുന്നു കേട്ടോ. അപ്പോൾ പാലായിക്ക റെഡി ആയിക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ സാധനം നല്ല രസമുണ്ട് കേട്ടോ കുടിക്കാനൊക്കെ. ആരോ വീണൊക്കെ ചെയ്തിക്കണ്. നന്നുവിൻ്റെ സൗണ്ടാണ് വേക്കിൽ കേൾക്കണേ. എന്നപ്പോൾ ഇത് പാലായിക്ക ഞാൻ മനോ പറഞ്ഞ കട്ടിയിലൊന്നും വെക്കണ്ട, കുറച്ച് ലൂസായിട്ട് വെക്കാൻ പറഞ്ഞ. അപ്പോൾ അങ്ങനെ വെച്ചതാണ്. നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, ബൈ ബൈ.